السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. فقه പാഠം 88. يجوز الجمع بين الظهر والعصر تقديما وتأخيرا وبين المغرب والعشاء كذلك في السفر الطويل. ദീർഘയാത്രയിൽ ളുഹ്ർ അസ്ർ നിസ്കാരങ്ങളെ അതുപോലെ മഗ്രിബ് ഇശാ നിസ്കാരങ്ങളെ മുന്തിച്ചും പിന്തിച്ചും ജംആക്കാവുന്നതാണ്. അതായത് അസ്ർ നിസ്കാരത്തിന് കൂടി ളുഹ്ർ നിസ്കാരത്തിൻ്റെ സമയത്ത് നിസ്കരിക്കുക, ളുഹ്ർ നിസ്കാരത്തിനെ കൂടി അസ്ർ നിസ്കാരത്തിൻ്റെ സമയത്തേക്ക് പിന്തിച്ചു വെച്ച് അസ്ർ നിസ്കാരത്തിൻ്റെ സമയത്ത് രണ്ടും നിർവഹിക്കുക. അപ്രകാരം തന്നെ ഇശാ നിസ്കാരത്തെ മഗ്രിബ് നിസ്കാരത്തിൻ്റെ സമയത്തേക്ക് മുന്തിച്ച് രണ്ടും കൂടെ മഗ്രിബ് നിസ്കാരത്തിൻ്റെ സമയത്ത് നിർവഹിക്കുക. മഗ്രിബിനെ ഇശാഇൻ്റെ സമയത്തേക്ക് പിന്തിച്ച് രണ്ടും കൂടെ ഇശാഇൻ്റെ സമയത്ത് നിസ്കരിക്കുക. ഇതാണിപ്പോൾ മുന്തിച്ചും പിന്തിച്ചും ജംആക്കുക എന്ന് പറയുന്നത്. ഇത് യാത്രയുടെ സൗകര്യത്തിന് വേണ്ടി മുന്തിച്ചും പിന്തിച്ചുമൊക്കെ ജംആക്കാവുന്നതാണ്. ളുഹ്ർ അസ്ർ നിസ്കാരങ്ങൾ മുന്തിച്ചും പിന്തിച്ചും ജംആക്കാം. മഗ്രിബ് ഇശാ നിസ്കാരങ്ങൾ മുന്തിച്ചും പിന്തിച്ചും ജംആക്കാം. എന്നല്ലാതെ മറ്റു രണ്ടു നിസ്കാരങ്ങൾ അങ്ങനെ ജംആക്കി നിസ്കരിക്കാൻ നിർവാഹമില്ല. അതായത് അസ്റും മഗ്രിബും ജംആക്കാൻ പാടില്ല, ഇശാ സുബ്ഹ് ജംആക്കാൻ പാടില്ല, സുബ്ഹ് ളുഹ്ർ ജംആക്കാൻ പാടില്ല. ഇനി വെള്ളിയാഴ്ച ദിവസമാകുമ്പോൾ ജുമുഅയും അസ്റും ജംആക്കാമോ? ജുമുഅയും അസ്റും അവിടെ മുന്തിച്ച് ജംആക്കൽ ജായിസാണ്. അതായത് ജുമുഅൻ്റെ സമയത്ത് അസ്റിനെ കൂടി നിസ്കരിക്കുക. ജുമുഅ നിസ്കരിച്ച ഉടനെ അസ്ർ നിസ്കാരം കൂടി നിർവഹിക്കുന്നു. അപ്പോൾ അസ്റിനെ ളുഹ്റിലേക്ക് മുന്തിച്ച് ജംആക്കുന്നു. അങ്ങനെ ജംആക്കാവുന്നതാണ്. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള എല്ലാ പണ്ഡിതന്മാരും ആ വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വഖൽ ളുഹ്രി അൽ ജുമുഅത്തു ഫീ ഹാദാ, മുന്തിച്ച് ജംആക്കൽ ജായിസാണ് എന്ന വിഷയത്തിൽ ളുഹ്ർ പോലെ തന്നെയാണ് ജുമുഅ നിസ്കാരം. അപ്പോൾ വെള്ളിയാഴ്ച സുദീർഘയാത്രയിലുള്ള അയാൾക്ക് വേണമെങ്കിൽ ജുമുഅ നിസ്കരിച്ചതിനെ തുടർന്ന് അസ്ർ നിസ്കാരത്തെ കൂടി നിർവഹിക്കാം. അഥവാ അസ്റിനെ ജുമുഅയിലേക്ക് മുന്തിച്ച് ജംആക്കാം. അതേസമയം ജുമുഅയെ അസ്റിലേക്ക് പിന്തിച്ച് ജംആക്കാനും പാടുണ്ടോ? അത് പറ്റില്ല. കാരണം ജുമുഅ നിസ്കാരം ളുഹ്റിൻ്റെ സമയത്തിൽ തന്നെ ആവണം എന്നത് ഷർത്താണ്. ആ ഷർത്തിനെ ലംഘിക്കാൻ പാടില്ല. അതുകൊണ്ട് ജുമുഅയെ അസ്റിലേക്ക് പിന്തിച്ച് ജംആക്കുന്ന രീതി ശരിയല്ല, സഹീഹല്ല. അതേസമയം അസ്റിനെ ജുമുഅയിലേക്ക് മുന്തിച്ച് ജംആക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ്
ജംഉമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദ വിവരങ്ങൾ അടുത്ത ക്ലാസ്സുകളിലാവാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.